അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞു. അപ്പോൾ ഇവരുടെ ദാരിദ്ര്യമില്ലാത്ത ദാരിദ്ര്യം എത്രയാന്ന് പറയാൻ വയ്യ. ഒരു ദിവസം ഒന്നുമില്ല, 1 മണി അരി ഇട്ട് കഞ്ഞിവെള്ളം ഉണ്ടാക്കി കുടിക്കാൻ പോലും വഴിയില്ലാതായപ്പോൾ നമ്പൂരിയുടെ ഭാര്യ പറഞ്ഞു, ആ ഭരണിയിലൊക്കെ തോരപ്പരിപ്പാന്നല്ലേ ആ വ്യാപാരി പറഞ്ഞത്, നമുക്കതിൽ നിന്ന് കുറച്ച് തോരപ്പരിപ്പ് എടുത്തിട്ട് അതെങ്കിലും ഒന്ന് വേവിച്ച് തൽക്കാലം കുട്ടികളുടെ വിശപ്പടക്കി കൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്പൂരി പറഞ്ഞു, അതിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതൊരു വിശ്വാസവഞ്ചനയാവും. അപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങനെ ഇപ്പോൾ വിചാരിക്കേണ്ടതുണ്ടോ, വിശപ്പിൻ്റെ വില എന്താണെന്ന് അയാൾക്കും അറിവുള്ളതല്ലേ, കുറച്ച് പരിപ്പെടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പറഞ്ഞ ഭാര്യ അങ്ങനെ കുറച്ച് നിർബന്ധിച്ചപ്പോൾ നമ്പൂരി സമ്മതിച്ചു. വേഗം അദ്ദേഹം ആ അറയിലേക്ക് ചെന്നു. മുറിയിൽ ഇത്തിരി ഇരുട്ടാണ്. കൈ ഇട്ടോട്ട് കുറച്ച് പരിപ്പ് ഇങ്ങനെ വാരിയെടുത്തു. അപ്പം എന്തോ അതിൽ തടയണു. നോക്കിയപ്പോൾ ഒരു തിളക്കം. അദ്ദേഹം അത് വെളിച്ചത്ത് കൊണ്ടുവന്നു, മുറ്റത്ത് കൊണ്ടുവന്ന് നോക്കിയപ്പോൾ സ്വർണ്ണ നാണയമായിരുന്നു അത്. അങ്ങനെ എല്ലാ ഭരണിയും തുറന്നു നോക്കി. 10 ഭരണിയിലും സ്വർണ്ണ നാണയമായിരുന്നു. അപ്പോൾ എന്തായാലും അദ്ദേഹം ഒരു പവൻ എടുത്തു അതിൽ നിന്ന്. എന്നിട്ട് അത് അങ്ങാടി കൊണ്ടുപോയിട്ട് വിറ്റ് സുഭിക്ഷമായിട്ടൊരു ഊണുണ്ടാക്കി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഏതായാലും വിശ്വാസവഞ്ചന ചെയ്തു കഴിഞ്ഞു. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ, ഈ ഭരണികളിൽ നിന്ന് കുറച്ച് ദ്രവ്യം, കുറച്ച് പവനൊക്കെ എടുത്ത് അതൊക്കെ വിറ്റ് നല്ല ഒന്നാന്തരം ഒരു 8 കെട്ട് മാളിക അങ്ങോട്ട് പണിതു. കുറേ പാടം വാങ്ങി, കുറച്ച് തെങ്ങും പറമ്പ് വാങ്ങിച്ചു, കുറച്ച് മാന്തോപ്പ് വാങ്ങിച്ചു. അതായത് എല്ലാം ലാഭം കിട്ടണത്. അങ്ങനെ അദ്ദേഹത്തിന് ധാരാളം പണം ലഭിച്ചു തുടങ്ങി. വർഷാവർഷം നല്ലൊരു തുക. അപ്പോൾ കയ്യിൽ ലാഭം ഉണ്ടല്ലോ, പണം ഉണ്ടല്ലോ, ആ പണം കൊണ്ട് പവനൊക്കെ മേടിച്ചിട്ട് താൻ എടുത്തിടത്തോളം പവൻ 10 ഭരണികളിലും അങ്ങോട്ട് നിറച്ചു. അങ്ങനെ 12 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ചൈനക്കാരനായ വ്യാപാരി മടങ്ങി വന്നു. അദ്ദേഹം വന്നു, സ്ഥലമൊക്കെ അന്വേഷിച്ചു. ഇവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് ആകെ ഒരു ഭ്രമം, ഇതന്നെയാണോ? അപ്പോൾ അടുത്തുള്ള ആൾക്കാരോടൊക്കെ ചോദിച്ചു, ഇവിടെ പണ്ടൊരു നമ്പൂതിരി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവർ പറഞ്ഞു, ഇത് തന്നെയാണ്, അദ്ദേഹത്തിന് എവിടുന്നോ ഒരു നിധി കിട്ടി, അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും ധനികനായി തീർന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ വ്യാപാരിക്ക് മനസ്സിലായി നിധി ഏതാണ്, അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹത്തിന് ഒരു നീരസവും തോന്നിയില്ല. എന്തായാലും എന്താ, അദ്ദേഹം എനിക്ക് എൻ്റെ പ്രാണനെ രക്ഷിച്ച ആളാണ്. അങ്ങനെ ഇല്ലത്ത് കയറി ചെന്നിട്ട് പുറത്തുനിന്ന് വിളിച്ചു. അപ്പോൾ വാതിൽ തുറന്ന് പുറത്തേക്ക് നമ്പൂരി വന്നു. കണ്ടപ്പോൾ തന്നെ 2 പേർക്കും പരസ്പരം മനസ്സിലായി. നമ്പൂരി ഓടിച്ചെന്ന് ഈ വ്യാപാരിയെ സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചിരുത്തി. എന്നിട്ട് സൽക്കാരമൊക്കെ ചെയ്തു. അപ്പോൾ നമ്പൂരി പറഞ്ഞു, ഞാൻ അങ്ങയുടെ അനുവാദം കൂടാതെ ആ ഭരണിയിൽ നിന്ന് കുറച്ചെടുത്ത് സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ചു, വീട് പണിതു, ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. പക്ഷെ ഒന്നും മനസ്താപപ്പെടേണ്ട, ഞാൻ അതേപോലെ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ 10 ഭരണികളും എടുത്തു കൊടുത്തു. കൂടാതെ ഈ ചെറിയ ഭരണികളും എടുത്തു കൊണ്ടുവന്നു മുമ്പിൽ വെച്ചു. അപ്പോൾ ചൈനക്കാരൻ ചോദിച്ചു, ഇതെന്താണ് 10 ചെറിയ ഭരണികൾ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്പൂരി പറഞ്ഞു, 12 കൊല്ലം അങ്ങയുടെ സ്വർണ്ണ നാണയങ്ങൾ ഇവിടെ ഇരുന്നത്, അങ്ങയുടെ സമ്പത്താണ് ഇവിടെ ഇരുന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പലിശ ഞാനത് ഉപയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഒരു പലിശയാണ് ഈ കൊച്ചു ഭരണികളിൽ നിറച്ച് വെച്ചിരിക്കുന്ന നാണയങ്ങളെന്ന് പറഞ്ഞു.